സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിലെ 5-ാമത്തെ അധ്യായമായ സ്പെഷ്യലൈസ്ഡ് നോളജ് എന്നതിനെക്കുറിച്ചാണ്. ഈ പുസ്തകത്തിൽ 14 പ്രിൻസിപ്പുകൾ പറയുന്നുണ്ട്. നമ്മളെ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വിജയത്തിലേക്ക് എത്താമെന്നുള്ളതിനെ പറ്റിയിട്ട്, നമ്മളെ ജീവിത ലക്ഷ്യങ്ങൾ എങ്ങനെ നേടാമെന്നുള്ളതിനെ പറ്റിയിട്ട് 14 പ്രിൻസിപ്പുകൾ പറയുന്നുണ്ട്. അതിൽ 4-ാമത്തെ പ്രിൻസിപ്പിളും 5-ാമത്തെ അധ്യായവുമാണ് സ്പെഷ്യലൈസ്ഡ് നോളജ് അഥവാ പ്രത്യേകമായ അറിവ് നേടേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. ഏതെല്ലാം തരത്തിൽ നമുക്ക് ആ പ്രത്യേകമായ അറിവിനെ നേടിയെടുക്കാം, നമ്മുടെയും മറ്റുള്ളവരുടെയും പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് എങ്ങനെ നോളജ് നേടാം എന്നൊക്കെയാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. പ്രത്യേകമായ അറിവ് പ്രായോഗികവും പ്രവർത്തന കേന്ദ്രീകൃതവുമാണ്. കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും പ്രായോഗിക പദ്ധതി സൃഷ്ടിക്കാനും വ്യക്തമായ സാമ്പത്തിക ലക്ഷ്യത്തിലേക്ക് ശ്രമങ്ങളെ നയിക്കാനും ഇതൊരു വ്യക്തിയെ സഹായിക്കുന്നു. വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യൻ പൊതുവിജ്ഞാനത്തിൻ്റെയോ പ്രത്യേക അറിവിൻ്റെയോ സമൃദ്ധിയുള്ളവനായിരിക്കണമെന്നില്ല. മറിച്ച് മറ്റുള്ളവരുടെ അവകാശങ്ങളെ ലംഘിക്കാതെ താൻ ആഗ്രഹിക്കുന്നതോ അതിന് തുല്യമായതോ നേടിയെടുക്കാൻ തൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തവനാണ് യഥാർത്ഥ വിദ്യാസമ്പന്നൻ. സ്പെഷ്യലൈസ്ഡ് നോളജിൽ എങ്ങനെ മാസ്റ്ററായി മാറാം? സമ്പത്തിനെ അൺലോക്ക് ചെയ്യാനുള്ള താക്കോലാണ് സ്പെഷ്യലൈസ്ഡ് നോളജ്. നോക്കൂ, യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ ഉൾപ്പെടെയുള്ള ഉയർന്ന വിദ്യാഭ്യാസമുള്ള പലരും സാമ്പത്തികമായി പലപ്പോഴും വലിയ വിജയമൊന്നും കൈവരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ഈ പുസ്തകത്തിൽ നെപ്പോളിയൻ ഹിൽ സമ്പന്നതയിലേക്കുള്ള 4-ാമത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ സ്പെഷ്യലൈസ്ഡ് നോളജ് എന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കും. 2 വിധമാണ്. ഒന്ന് പൊതുവായ അറിവ്, രണ്ടാമത്തെ സ്പെഷ്യലൈസ്ഡ് നോളജ്. പൊതുവായ അറിവ് എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം അത് നമുക്ക് ധനസമ്പാദന മേഖലയിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട്. അതേസമയം സ്പെഷ്യലൈസ്ഡ് നോളജ് നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് സമ്പത്തിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. കാരണം ഏത് മാർഗത്തിലൂടെയാണോ നമ്മൾ സമ്പത്തിനെ നേടാൻ ആഗ്രഹിക്കുന്നത് ആ മാർഗത്തിനെ കുറിച്ചിട്ട് നമ്മൾക്ക് കൂടുതലായി സ്പെഷ്യലൈസ്ഡ് നോളജുകൾ നേടുക എന്നുള്ളതാണ്. അതിന് പ്രത്യേകം കോഴ്സുകൾ ചെയ്യുക, ഓൺലൈൻ ട്രെയിനിങ് കോഴ്സുകൾ എടുക്കുക, കോൺഫറൻസുകളിൽ പങ്കെടുക്കുക, വെബിനാറുകളിൽ പങ്കെടുക്കുക. അതിന് പ്രത്യേകം കോഴ്സുകൾ ചെയ്യുക, ഓൺലൈനായും ട്രെയിനിങ് കോഴ്സുകൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കോൺഫറൻസുകളിൽ പങ്കെടുക്കുക, വെബിനാറുകളിൽ പങ്കെടുക്കുക, ബുക്കുകൾ വായിക്കുക, അതിനെക്കുറിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള, അതുപോലെ തന്നെ കേസ് സ്റ്റഡീസുകൾ പഠിക്കുക. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും ഒരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിനെ നിയമിച്ചുകൊണ്ട് അവരിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് സമ്പത്തുണ്ടാക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു മെൻറ്ററെ സ്വീകരിക്കുക വഴി അദ്ദേഹത്തിൽ നിന്നും നമുക്ക് സ്ഥിതിവിവര കണക്കുകൾ തേടുകയും പ്രൊഫഷണൽ നെറ്റ്വർക്കുകളിൽ കണക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെയും മറ്റുള്ളവരുടെയും പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് നേടുന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്പെഷ്യലൈസ്ഡ് നോളജ് വർദ്ധിപ്പിക്കാവുന്നതാണ്. ഈ പുസ്തകത്തിൽ സ്പെഷ്യലൈസ്ഡ് നോളജ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളായി ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന പ്രിൻസിപ്പിളുകളൊക്കെ ഉപയോഗിച്ച് കൊണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമ്പത്തുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ പുസ്തകം ഇതുവരെ വായിച്ചിട്ടില്ല എങ്കിൽ ഇത് വായിക്കണം. ഇത് നിങ്ങളെ വളരെയധികം സഹായിക്കുന്നതായിരിക്കുമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ